ഫെബ്രുവരി 28 പ്രീഎംപ്റ്റീവ് എന്ന് ഇസ്രയേൽ വിശേഷിപ്പിച്ച ഒരു സ്ട്രൈക്കിലൂടെ പരമോന്നത നേതാവ് ഇറാന്റെ ആയത്തുള്ള അലി ഖമനേയിയും മുതിർന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും തുടച്ചു നീക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഒപ്പം US ചേർന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു ശക്തിയെയും അതിന്റെ നേതാവിനെയുമാണ് തുടച്ചു നീക്കിയിരിക്കുന്നത് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ഇറാനിൽ ഇനി എന്ത്? അശാന്തമായ പശ്ചിമേഷ്യയും മധ്യേഷ്യയും ഇനി എങ്ങോട്ടേക്ക്? തിരിച്ചടിക്ക് മുതിർന്ന ഇറാനാകട്ടെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഡ്രോണുകളും മിസൈലുകളും വർഷിക്കുകയാണ്. അത് ചെന്ന് പതിക്കുന്നതോ ഭാരതീയരും മലയാളികളും അധിവസിക്കുന്ന GCC രാജ്യങ്ങളിലേക്ക്. ബഹ്റൈനിലും UAEയിലും സൗദിയുടെ ചില ഭാഗങ്ങളിലും ഖത്തറിലും ഒമാനിലും ഒക്കെ ഡ്രോണുകൾ പതിക്കുന്നു, ആളപായമുണ്ടാകുന്നു. ഇറാനിൽ ഇനി എന്താ? പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഉള്ള കൗൺസിൽ ചേരുമായിരിക്കാം. അവിടെ പുതുവസന്തം വിടരുമോ? ജനാധിപത്യം വിടരുമോ? ആഗോള ഭീഷണി ഇതോടെ അവസാനിക്കുന്നുവോ?